ദുരന്തബാധിതരെ സഹായിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. 2018 പ്രളയമുണ്ടായപ്പോൾ കേരളമൊട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്തബാധിതരെ സഹായിക്കാൻ തയ്യാറായി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ്. അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ്. പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊന്നും മതിയാകില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. CMDRFിലേക്ക് 50 ലക്ഷം രൂപ കേരള ബാങ്ക് ഈ കാര്യത്തിൽ ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട്. സിയാൽ 2 കോടി രൂപ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 5 കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 2 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരിപാടികളും ആഘോഷങ്ങളും മാറ്റിവെച്ചിരിക്കുന്നു. ദേശീയ പതാക താഴ്ത്തിക്കെട്ടി ദുഃഖാചരണത്തിൻ്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. അതോടൊപ്പം ഇവിടെ ദുരന്ത മേഖലയിലേക്ക് നേരത്തെ പറഞ്ഞ ആളുകൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം, അനാവശ്യമായി വാഹനങ്ങൾ ഓരോ ആൾ പോകുമ്പോൾ ഓരോ വാഹനവും കൂടിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി എത്തുമ്പോൾ അവിടെ വലിയ വാഹന കൂമ്പാരമായി മാറുകയാണ്, വലിയ ബ്ലോക്ക് അതിൻ്റെ ഭാഗമായി ഉണ്ടാവുകയാണ്. അത് കർശനമായും ഒഴിവാക്കൽ ഉണ്ടാവണം. രക്ഷാപ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇതിൻ്റെ ഭാഗമായി തടയപ്പെടുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമായിരുന്നു ഈ പറഞ്ഞ ഒരു പ്രത്യേക പ്രദേശം. ആ പ്രദേശത്ത് നമ്മുടെ കോഴിക്കോടുള്ളൊരു സൈനിക ടീം സാധാരണ അവർ വടം കെട്ടിപ്പോയ വഴിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നിട്ട് അതിലെ കൂടി ആളുകളെ ചിലരെ ഇങ്ങോട്ട് കടത്തി കൊണ്ടുവരികയായിരുന്നു. അതല്ലാതെ കുറച്ച് മേലോട്ട് പോയുള്ളൊരു വഴിയിലൂടെ അപ്പുറമെത്തി. അങ്ങനെ ഈ പ്രദേശത്തേക്ക് അവരെത്തി. അവിടെയുള്ള പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് മാറ്റി ഈ വടം വഴി ഇങ്ങോട്ട് കടത്തുന്നുണ്ടല്ലോ, അവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങോട്ട് കടത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിലേക്കൊരു ആശ്വാസ വാർത്തയാണ് ഇന്ന് വൈകുന്നേരം ലഭിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രാത്രി വിഷമമല്ലേ അവിടുത്തെ അവസ്ഥ വെച്ചാൽ. ഇപ്പം തന്നെ ഈ സമയമാകുമ്പോഴേക്ക് തന്നെ അവിടെ വല്ലാതെ ഇരുടായി. അതുകൊണ്ട് രാത്രി തുടരാൻ വിഷമമായിരിക്കും അവിടെ. ഇതിലൊരു പ്രയാസവും ഇല്ല. കാരണം ഇപ്പം തിരിച്ചറിഞ്ഞവർ പിന്നെ നല്ല രീതിയിൽ നല്ല വേഗതയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. 18 പേര് ഇപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടന്നു പോയി കഴിഞ്ഞ്. പോസ്റ്റ്മോർട്ടത്തിന് പിന്നെ ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടാകേണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് മറ്റൊരു നിലയെടുക്കാത്തത്. അത് വേഗം തന്നെ പൂർത്തിയാക്കുന്ന നടപടികൾ ആരോഗ്യവകുപ്പ് പ്രത്യേകമായി ചെയ്തിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു ഇത്തരം ദുരന്തമുഖത്ത് ഒരു പ്രശ്നമായിട്ടൊരു കാലത്തും വന്നിട്ടില്ലല്ലോ. ഇതിനാവശ്യമായ എല്ലാ സഹായവും പിന്തുണയും അവർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ വേണ്ടതെന്നുള്ളത്.
ഇതിൽ നല്ലത് എല്ലാം അവിടെ കലക്ടർ മുഖേന ചെയ്യുന്നതായിരിക്കും. ആരും പ്രത്യേകം എന്ന നിലക്ക് ചെയ്യുന്നതല്ല നല്ലത്. കലക്ടർ മുഖേന അങ്ങനെ സഹായിക്കേണ്ടവർക്ക് സഹായം നൽകുന്ന ആവശ്യമുണ്ടോ എന്ന് നോക്കി കൊടുക്കുന്നതാണല്ലോ നല്ലത്. അത് അത്തരമൊരു നടപടിക്രമമായിരിക്കും നന്നാവുക. ഒരു വല്ലാത്ത ദുരന്തമാണല്ലോ. ഒരു ശാന്തമായ സ്ഥലം, സമനിരപ്പായ സ്ഥലം, അവിടെ താമസിക്കുന്നൊരു ഗ്രാമം, അവിടെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാണല്ലോ ഇത് ലാൻഡ് സ്ലൈഡ് ആദ്യം ഉണ്ടാകുന്നത്. അതിങ്ങ് മണ്ണിടിഞ്ഞ് ഒരു വലിയ ശക്തിയോടെ വരികയാണല്ലോ. അതിനകത്ത് മണ്ണ് മാത്രമല്ലല്ലോ, കല്ലും മറ്റു കാര്യങ്ങളും വലിയ പാറകളും എല്ലാം കൂടിയല്ലേ വരുന്നത്. ഈ കിടന്നുറങ്ങുന്നവരുടെ മേലെ കൂടി അങ്ങ് പോവുകയല്ലേ. അതിൻ്റെ വ്യാപ്തിയല്ലേ കാണിക്കുന്നത്. ആ സ്കൂളിൻ്റെ 2ാമത്തെ നിലയുടെ മുകളിലാണ് ഇതിൻ്റെ ഉയരമെന്നല്ലേ കാണിക്കുന്നത്. അപ്പോൾ എത്ര ശക്തിയിലാണത് വന്നതെന്നല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും സംഭവിക്കാമെന്ന് കാണുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റും? അല്ല, അതാണല്ലോ നമ്മൾ ഈ ദുരന്ത സാധ്യത എന്ന് പറയുന്നത്. ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതത് സ്ഥലത്ത് അറിയിപ്പുകൾ കൊടുക്കുകയും അവരെ മാറ്റി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിവിടെയും നടന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കോളനി 1-2 കോളനികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുറേ ആളുകൾ ഒഴിവായി കിട്ടിയത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രതീക്ഷ ആർക്കും ഇല്ല. അതാണ് സംഭവിക്കുന്നത്. ആ കണക്ക് ഏകദേശം താമസിച്ച കുടുംബങ്ങളെ പറ്റിയൊക്കെയുള്ള കണക്ക് അവിടെയുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല. അതേതായാലും കൃത്യമായ കണക്കുണ്ട്. അതിനൊന്നും പ്രശ്നവും വരില്ല.